ഷോ ഓഫ് ആണ്. ഞാൻ അങ്ങനെ വിളിച്ചോ? 4 പേരുടെ ഒരു വഴിക്ക് വന്നിട്ട് ഇപ്പൊ അവനില്ലാണ്ട്. ബാപ്റ്റിസ്റ്റ് എന്നല്ല, ഒരുത്തനും നമ്മളവനെ വിട്ടുകൊടുക്കൂല. നമ്മുടെ കൂടുള്ള ഒരുത്തനാണ്. രാത്രി ഒന്ന് വണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടായിരുന്നു. നീ ഒറ്റ കാരണം ഈ പ്രശ്നം ഉണ്ടായത്. വെറുതെ ഇരുന്ന ചെക്കനെ പിടിച്ചിട്ട് ബിസിനസ് മണ്ണാങ്കട്ട പറഞ്ഞ് കൂടെ കൂട്ടിട്ട്. അപ്പൊ ഞാൻ കുറ്റക്കാരൻ അല്ല? അവന്റെ കാശിന് നീയൊക്കെ ഉണ്ടായിരുന്നല്ലോ പുട്ടടിക്കാനായിട്ട്. എഴുന്നേറ്റാ സാറോടായിരുന്നു. ഞാൻ കഴിക്കാൻ പോയി. പല്ലിന് ഭയങ്കര ഗ്യാപ്പ് ഈടായിട്ട്. ഇത്രയും തിന്നിട്ട് അടഞ്ഞില്ലേ? ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? നിങ്ങളെല്ലാം ഉറക്കുമായിരുന്നു. കഴിക്കാൻ പോയതല്ലേ കൂട്ടാ. നീ കാരണം എന്തൊക്കെ തലവേന. ഞങ്ങൾക്കും വല്ലതും കയറ്റണം. എന്റെ അണ്ണൻ കിടിലോടാ. അതോടെ വെച്ചേ ഇല്ലാത്ത കാശ് കൊടുത്ത് മേടിച്ചാണ്. ഓ ശരിയാടേ, ഫോണൊക്കെ ഒന്ന് തുടങ്ങിയ. ഹലോ, ഇതിനൊന്നും ഒരു കുറവുമില്ല. ഇതേത് നമ്പർ? എവിടെ പോണ്ടില്ല? എല്ലാവരും ഉണ്ടാ? അവിടെ ഞാൻ അങ്ങോട്ട് വരാം. എങ്ങോട്ടേ? എന്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. നന്നായി. ഇതെന്റെ പുതിയ റൈബൺ. നീ നിന്റെ ലോക്കൽ ഗ്ലാസ് വെച്ചാൽ മതി കേട്ടോ. ഓ ഓമനക്കുട്ട, ഞാനൊരു കാര്യം പറയാം. ഞങ്ങൾ 3 പേരും ഉമ്മന്റെ പഴയ ഫ്രണ്ട്സാ. നിന്നെ കുറിച്ചാണെങ്കിൽ അവന് ഞാൻ പറഞ്ഞ അറിവുള്ളൂ. എടാ ഇങ്ങനെയൊക്കെയല്ലേ പരിചയപ്പെടുന്നത്? നിന്റെ നല്ലതിന് വേണ്ടിയാ പറയണത്. ഒരു ശല്യോ അവിടെ നിന്ന് കൂടി ഇറങ്ങിട്ട് വന്ന പിന്നെ പോകാൻ വേറെ സ്ഥലമില്ലട്ടാ. അപ്പൊ ഞാനാണല്ലോ പ്രശ്നം. ഞാനെന്റെ പ്രശ്നം ഉണ്ടാക്കൂല ഇനി. ഓമനക്കുട്ട, നീ പറയുന്നത് മനസ്സിലാ. ഓമനെ അളിയാ, താനെന്താ? ഉമ്മ, ഇതെന്റെ പുതിയ ലോക്കിംഗ്. നിന്റെ റൈമ പൊട്ടിപ്പോയല്ലേ? കണ്ടാ മനസ്സിലാവണില്ലേ? മനസ്സിലായി. കരടി കണ്ണാടി വെച്ചൊരു മുഖം. സാരമില്ലമ്മ, നമുക്ക് വേറെ വാങ്ങിക്കാം. ബാത്റൂം എവിടെയാ? എന്താടാ? സൂക്ഷിക്കണം.